വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇന്നത്തെ സുവിശേഷം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. ദൈവമക്കൾക്ക് എല്ലാവർക്കും ഈ വചന സന്ദേശം അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി 3-ാം അധ്യായം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. താങ്കൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും സ്ത്രീയും അവിടത്തെ മുമ്പിൽ നിന്നു മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞ്, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിനു തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു. ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? അവൾ മറുപടി പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തത് കൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും. ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും. അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്നും കലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാ മാതാവാണ്. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യ, നീ നന്മയും തിന്മയും അറിഞ്ഞു നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കൂടി പറിച്ചു തിന്ന് അമർത്യനാകുവാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. മണ്ണിൽ നിന്നും നിന്നെ എടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയതിനു ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്ക് വഴി കാക്കുവാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും
തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ഇവിടെ നമുക്ക് മനുഷ്യന്റെ ആദ്യത്തെ പാപത്തെക്കുറിച്ചാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. മനുഷ്യന്റെ ആദ്യത്തെ പതനം എന്താണ്? ദൈവകൽപ്പനകൾ ലംഘിച്ചു എന്നതാണ് ആദ്യത്തെ പാപം. ദൈവം കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം എന്താ? സ്ത്രീയിലൂടെ സാത്താൻ കയറി കഴിപ്പിച്ചു. പാപം ഭൂമിയിൽ ഉടലെടുത്തു. ദൈവമായ കർത്താവ് പറഞ്ഞ വാക്കനുസരിക്കാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പതനവും അധപതനവും എന്ന് നമുക്ക് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവത്തെക്കാൾ വലിയവൻ, വലിയവൾ എന്ന ചിന്താഗതി നാം ഓരോരുത്തരും മാറ്റി ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ വചനവും അനുസരിച്ച് എളിമപ്പെട്ട് ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കാം. ദൈവമായ കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രധാന സന്ദേശം മനുഷ്യൻ്റെ പതനവും ശിക്ഷയും ദൈവത്തിൻ്റെ വാഗ്ദാനവുമാണ്. മനുഷ്യൻ അധപ്പതിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. ഒന്ന്, ദൈവം പറഞ്ഞ വാക്ക് അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരമുള്ള ജീവിത രീതിയാണ് നമ്മുടെ ഓരോരുത്തരെയും അധപതനത്തിനും പതനത്തിനും തകർച്ചയ്ക്കും കാരണം. നിങ്ങൾക്ക് എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ കൃപ, തമ്പുരാൻ്റെ കാരുണ്യം, തമ്പുരാൻ്റെ സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രദറിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ അനേകായിരങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ച വചനങ്ങളും സന്ദേശങ്ങളൊക്കെ ഞാൻ ഓരോ ഘട്ടങ്ങളായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ അത്ഭുത സാക്ഷ്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദൈവം നിങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം.